ഫ്രീ ആയിട്ട് സ്പേസ് ബാക്കിലേക്ക് കയറാനും ഇറങ്ങാനും സാധിക്കും. അതുപോലെ ഐസ്മാർട്ട് ഫീച്ചേഴ്സും വരുന്നുണ്ട്. കുറേ JSW ആയിട്ട് MG ടൈപ്പ് ആയി 10 വർഷം വരെ EMI പ്ലാൻ ഉണ്ട്. നമുക്ക് ഫുൾ ഓപ്ഷൻ വരുന്ന എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ മോഡൽ സ്മാർട്ടാണ് ചെയ്യാൻ വരുന്നത്. നമ്മൾ വണ്ടി എക്സൈറ്റ് FC എന്ന് പറഞ്ഞ മോഡലിൽ ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആണ്. സ്റ്റാർട്ടിംഗ് മോഡൽ ഒരു 8 lakhs 7.8 lakhs ചാർജ് ആവാൻ ഒരു 20 യൂണിറ്റ്സ്. നമ്മളിപ്പോൾ ഉള്ളത് തൊടുപുഴയിലുള്ള EVM ഗ്രൂപ്പിൻ്റെ MGയുടെ ഷോറൂമിലാണ്. MGയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് കാർ MG കോമറ്റ് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. തൊടുപുഴയിൽ നിന്നും 5 കിലോമീറ്റർ മാറി തൊടുപുഴ മൂവാറ്റുപുഴ റോഡിലെ മടക്കത്താനത്താണ് MGയുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ഈ ഷോറൂമിലെ SRM ആയ അനീഷ് നമ്മൾക്ക് MG കോമറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. ഹായ്, എൻ്റെ അനീഷ് എന്നാണ്. MGയുടെ തൊടുപുഴ ഷോറൂമിലെ SRM ആണ്. EVMൻ്റെ MG കോസ്റ്റിംഗ് ഗാരേജിൻ്റെ ഷോറൂമാണ്. നമ്മളിപ്പോൾ ഇവിടെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കോമറ്റാണ്. കോമറ്റ് നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള അഗ്രസീവായിട്ട് സെയിൽ എടുക്കുന്ന വെഹിക്കിളാണ്. എന്നുവെച്ചാൽ നമുക്ക് ലോക്കൽ ഡ്രൈവ്സ് കൂടുതലും ടൗൺ പർപ്പസ്, അങ്ങനെ ഫ്രീ ആയിട്ട് ടൗണിൽ പാർക്ക് ചെയ്യാം, അങ്ങനെ പല ഫെസിലിറ്റീസിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. നമുക്കിത് ഒരു 4 വേരിയൻസിൽ വരുന്നുണ്ട്. എക്സിക്യൂട്ടീവ്, എക്സൈറ്റ് FC, എക്സ്ക്ലൂസീവ് FC. എന്നുവെച്ചാൽ FC എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നേരത്തെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് വെഹിക്കിൾ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഫാസ്റ്റ് ചാർജിങ് വന്നത്. ഫാസ്റ്റ് ചാർജിങ് ഉള്ള മോഡൽസിന് പറയുന്ന പേരാണ് FC എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ 4 വേരിയൻസാണ് വരുന്നത്. നമുക്ക് നേരത്തെ വണ്ടിയിൽ ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആയിരുന്നില്ല. നമുക്കിപ്പോൾ പുതിയ ഈ മന്ത് മുതൽ ഫാസ്റ്റ് ചാർജിങ് ആയിട്ടുള്ള കോമറ്റ്സ് അവൈലബിൾ ആണ്. നേരത്തെ നമുക്ക് 7 hours കൊണ്ടാണ് 100% ചാർജ് കയറുന്നത്. ഇപ്പം നമുക്ക് 2.5 മണിക്കൂർ കൊണ്ട് 100% ചാർജ് കയറും. അത് ഫാസ്റ്റ് ചാർജിങ് വേരിയൻസിൽ മാത്രമാണ് അവൈലബിൾ ഉള്ളൂ. നമുക്ക് സെക്കൻഡ് മോഡലായ എക്സൈറ്റ് FC എന്ന് പറഞ്ഞ മോഡലിൽ ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആണ്. പിന്നെ എക്സ്ക്ലൂസീവ് FC എന്ന് പറഞ്ഞ മോഡലിൽ ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആണ്. നോർമൽ വെഹിക്കിളിൽ നിന്നും ഫാസ്റ്റ് ചാർജിങ്ങിലുള്ള വ്യത്യാസം പ്രൈസ് ഒരു 42,000 രൂപ ഷോറൂമിൽ വ്യത്യാസമുണ്ട്. അതുകൂടാതെ ഫാസ്റ്റ് ചാർജ് നമ്മൾ ക്യാഷായിട്ട് ചാർജിങ് പോയിട്ട് ക്യാഷായിട്ട് പേയ്മെൻറ്റ് വാങ്ങേണ്ടതായിട്ടുണ്ട്. അതാണ് നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. നമുക്ക് കോമറ്റിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് നമുക്ക് 6.98 ആണ് സ്റ്റാർട്ടിംഗ് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. എക്സിക്യൂട്ടീവിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് എക്സൈറ്റ് വരുമ്പോൾ 7.87ഉം എക്സ്ക്ലൂസീവ് വരുമ്പോൾ 8.78ഉം എക്സ്-ഷോറൂം പ്രൈസ്. മറ്റേ FC വരുമ്പോൾ ഒരു 40,000 ഡിഫറൻസ് വരും. ഇതിൻ്റെ കൂടെ ടാക്സ്, ഇൻഷുറൻസ്, രജിസ്ട്രേഷൻ, ഫാസ്റ്റാഗ് അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്ട്രാ വരും. ഏകദേശം ഒരു സ്റ്റാർട്ടിംഗ് മോഡൽ ഒരു 8 lakhs അല്ലെങ്കിൽ 7.8 lakhs എന്നൊക്കെ നമുക്ക് ഓൺ റോഡ് പ്രൈസ് നമുക്ക് മാർക്കറ്റിലേക്ക് റോഡിലേക്ക് ഇറങ്ങും. ഇപ്പോൾ എല്ലാ ഫെസിലിറ്റിയും കൂടി. നമുക്ക് ചാർജിങ് പോർട്ട് വരുന്നത് ഫ്രണ്ടിലാണ്. ഇത് നമുക്ക് 1 ടച്ചിൽ ഞെക്കിക്കുമ്പോൾ ഇത് ഓപ്പൺ ആവും. ഇതാണ് നമ്മുടെ ചാർജിങ് പോർട്ട്. നമ്മളിതിൽ ചാർജ് കുത്തി നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്യുമ്പോൾ സിംഗിൾ ഫേസ് ആണ് കോമറ്റിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോഴാണ് നമ്മൾ 3 ഫേസിലേക്ക് പോകേണ്ടി വരുന്നത്. ഏറ്റവും ബേസ് മോഡലിൽ നിന്നും രണ്ടാമത്തെ ഓപ്ഷനിൽ വ്യത്യാസം വരുമ്പോൾ ഇത് സെക്കൻഡ് ഓപ്ഷൻ വണ്ടിയാണ്. എക്സൈറ്റ് എന്ന് പറഞ്ഞ വണ്ടി. ഇതിൽ നമുക്ക് LED ലൈറ്റ്സും കോർണർ ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതാണ് ഫ്രണ്ടിലത്തുള്ള LED ടൈൽ ലാംപ്സ്, ഹെഡ് ലാംപ്സ്, ഇതെല്ലാം LED ആയിരിക്കും. പിന്നെ ഈ കോർണറിങ് ഈ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഓപ്ഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷനിൽ ഫ്രണ്ടിൽ നിന്നുള്ള വ്യത്യാസം വരുന്നത്. നമുക്ക് 3 വേരിയൻസിലും വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് നിന്ന് എക്സൈറ്റിലേക്ക് ഡിഫറൻസ് വരുമ്പോൾ നമുക്ക് ഹെഡ് ലൈറ്റിൽ വ്യത്യാസം വരും, ടൈൽ ലാമ്പിൽ വ്യത്യാസം വരും. പിന്നെ ടച്ച് സ്ക്രീൻ സെക്കൻഡ് ഓപ്ഷൻ മുതലാണ് ടച്ച് സ്ക്രീൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സ്പെയർ കീ വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ മുതലാണ്. ഐസ്മാർട്ട് ഫീച്ചേഴ്സ് വരും സെക്കൻഡ് ഓപ്ഷൻ മുതൽ. ലെതർ സ്റ്റിയറിംഗ് വീൽ വരും.
ഇന്റീരിയർ ഗ്രേ ഇന്റീരിയർ ആയിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളാണ് സെക്കൻഡ് ഓപ്ഷനിലേക്ക് വരുന്ന വ്യത്യാസങ്ങൾ. സെക്കൻഡ് ഓപ്ഷനിൽ നിന്ന് തേർഡ് ഓപ്ഷനിലേക്ക്, എക്സൈറ്റിൽ നിന്ന് എക്സ്ക്ലൂസീവിലേക്ക് വരുമ്പോൾ വ്യത്യാസം, റിവേഴ്സ് ക്യാമറ, സ്മാർട്ട് കീ വരും, സ്മാർട്ട് കീ ആയിരിക്കും, റിവേഴ്സ് ക്യാമറ വരും. അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം തേർഡ് ഓപ്ഷനിലേക്ക് വരുന്ന നമുക്ക് വ്യത്യാസം വരും. നമുക്ക് ടയർ വരുന്നത് 145/70/12 ടയർ സൈസാണ് നമുക്കിത് വരുന്നത്. നമുക്ക് കോമറ്റിൻ്റെ ലെങ്ത് വരുന്നത് 2974 mm ആണ് കോമറ്റിൻ്റെ ഓവറോൾ ലെങ്ത് വരുന്നത്. ഇത് 1505 mm ആണ് വിട്ട് വരുന്നത്. വീൽ ബേസ് 2010 mm ആണ് വീൽ ബേസ് വരുന്നത്. ടേണിംഗ് റേഡിയസ് 4.2 ടേണിംഗ് റേഡിയസ് വരും. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി 70.3 kW ബാറ്ററിയാണ് വരുന്നത്. നമുക്ക് ഏകദേശം ഒരു ഫുൾ ചാർജ് ആവാൻ ഒരു 20 യൂണിറ്റ്സ് കറണ്ടാണ് നമുക്ക് വേണ്ടി വരുന്നത്. 20 യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 7 വെച്ച് 140 രൂപയ്ക്ക് നമുക്ക് 230 കിലോമീറ്ററാണ് കമ്പനി വരുന്ന മൈലേജ്. ഒരു ഫുൾ ചാർജിൽ നമുക്ക് 230 കിലോമീറ്ററോളം. കസ്റ്റമർ ഫീഡ്ബാക്ക് പറയുന്നത് 200 കിലോമീറ്റർ വരെയാണ് കസ്റ്റമർ കിട്ടുന്നത്. പിന്നെ ഐഡിയൽ രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് 230 100% കിട്ടുകയും ചെയ്യും. നമുക്കറിയാം, ഒരു ചെറിയ സ്മോൾ കാറാണ്, ടൗൺ പർപ്പസിനുള്ള വണ്ടിയാണ് കോമറ്റ്. നമ്മളിപ്പോൾ 4 പേർക്കാണ് യാത്ര ചെയ്യുന്നത്. 2 വലിയ ആൾക്കാർ, 2 കുട്ടികളും. ബാക്കിൽ ഇപ്പോൾ വലിയ ആൾക്കാർ 2 പേര് ഇരുന്നാൽ നമുക്ക് ആവശ്യം സ്പേസ് കാര്യങ്ങളുണ്ട്. ലഗേജ് സ്പേസ് 4 പേര് ഇരിക്കുവാണെങ്കിൽ ലഗേജ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ടിഫിൻ ബോക്സ് അങ്ങനെ എന്തെങ്കിലും സ്മോൾ ഐറ്റംസ് വെക്കാനുള്ള ലഗേജ് സ്പേസ് ആണുള്ളത്. ഇപ്പോൾ 2 പേരെ യാത്ര ചെയ്യുന്നതെങ്കിൽ നമുക്ക് 2 ബാക്കിലത്തെ സീറ്റ് ഫുള്ള് സ്പ്ലിറ്റ് ചെയ്തിട്ട് മാക്സിമം സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മുടെ വീട്ടിൽ ഫിറ്റ് ചെയ്യുന്ന വാൾ ചാർജറാണ്. ഇത് മാറും, ഈ സ്പേസ് ഇവിടുന്ന് മാറും. ഇത് നോർമൽ ചാർജറാണ്. ഈ ചാർജറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് കോമറ്റിൻ്റെ ഡോറ് വരുന്നത് ഭയങ്കര വൈഡാണ്, നല്ല ബോഡി ക്വാളിറ്റിയാണ്, ഹെവി വെയിറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ തൂങ്ങി നിന്നാലും ഒന്നും സംഭവിക്കത്തില്ല. ഇത്രയും നമുക്ക് വൈഡായിട്ട് ഡോർ ഓപ്പൺ ആവും. ഇതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് സ്പേസ് ബാക്കിലേക്ക് കയറാനും ഇറങ്ങാനും സാധിക്കും. നമ്മളിപ്പോൾ ബാക്കിൽ ഇരുന്നാലും ഇത്രയും സ്പേസ് ഉണ്ട്. ഈ സ്പേസ് നമ്മളിപ്പോൾ തിരിച്ചാലും നമുക്ക് ആവശ്യമായിട്ട് ബാക്കിലിരിക്കാൻ സാധിക്കും. ഇതാണ് എൻ്റെ സ്പേസും ലെഗ് സ്പേസ് കാര്യങ്ങൾ വരും. ഏകദേശം ഒരു 2 പേര് ഇരുന്നാലും 3 പേര് ഇരുന്നാലും സ്പേസ് ഉണ്ടാവും. വലിക്ക് കാര്യങ്ങൾക്കൊന്നും കുറവില്ല. എല്ലാം നല്ല സ്മൂത്തായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ്, ഇതൊരു ടൗൺ പർപ്പസ് വെഹിക്കിളാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ടൗണിൽ പോയി, ഇപ്പോൾ എല്ലായിടത്തും അറിയാമല്ലോ, ഭയങ്കര പാർക്കിങ്ങിനൊക്കെ പാടാണ്, ഒതുക്കാൻ പാടാണ്, ഓടിക്കാൻ പാടാണ്. നമുക്കിത് ചെറിയ സ്പേസ് ഉണ്ട്. ഒരു 3 ബൈക്കിൻ്റെ സ്പേസ് ഉണ്ട്, നമുക്കിത് പാർക്ക് ചെയ്യാൻ പറ്റും. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ടുള്ള ഡ്രൈവാണ്. പിന്നെ ഇതിൻ്റെ റേഞ്ചാണ് നമ്മൾ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത്. 230 കിലോമീറ്റർ നമുക്ക് റേഞ്ച് കിട്ടും ഒരു ഫുൾ ചാർജിൽ. നമുക്ക് വാല്യൂ ഫോർ മണിയുമാണ്. 140 രൂപ കോസ്റ്റ് ഇല്ല. അതായത് 20 യൂണിറ്റ് കറണ്ടാണ് ഒരു ഫുൾ ചാർജ് ആവാൻ നമുക്ക് വേണ്ടി വരുന്നത്. ഈ 140 രൂപയ്ക്ക് നമുക്ക് 230 കിലോമീറ്റർ ഓടാം. അതുകൊണ്ട് നമുക്ക് ഡെയിലി ഒരു 100 to 150 കിലോമീറ്റർ ഓട്ടമുള്ള ആൾക്ക് വളരെ വാല്യൂ ഫോർ മണിയാണ് ഈ വെഹിക്കിൾ. ഇതാണ് ടച്ച് സ്ക്രീൻ വരുന്നത്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബാറ്ററി റേഞ്ച് ഇവിടെ കാണിക്കുന്നില്ല. 194. ഇതിലിപ്പോൾ കാണിക്കുന്ന റേഞ്ച് 97% ആണ്. ഇതിലേക്കൊന്ന് സൂം ചെയ്താൽ കാണാൻ പറ്റും. 97% ആണ് ഇതിൻ്റെ റേഞ്ച് ശതമാനം കാണിക്കുന്നത്. റേഞ്ച് കാണിക്കുന്നത് 194. അതായത് 97%, 194 കിലോമീറ്റർ നമുക്കിതിൽ ഓടാം. എല്ലാം നമുക്ക് ഇതിൽ ടച്ച് സ്ക്രീനിൽ തന്നെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഇത് AC നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. വെഹിക്കിൾ സെറ്റിങ്സിലെ പിന്നെ നമുക്ക് വെഹിക്കിൾ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് പല മോഡിൽ ഓടിക്കാം. എക്കോ മോഡിൽ ഓടിക്കാം, നോർമൽ മോഡിൽ ഓടിക്കാം, സ്പോർട്സ് മോഡിൽ ഓടിക്കാം. എക്കോ മോഡിൽ ഓടിക്കുമ്പോൾ AC കുറച്ച് ഒരു തണുപ്പ് കുറവായിരിക്കും, പക്ഷെ റേഞ്ച് ഇച്ചിരി കൂടുതൽ കിട്ടും. പിന്നെ നോർമൽ ആകുമ്പോൾ AC പക്ക കൂളിംഗ് ആയിരിക്കും, അത്യാവശ്യം പവർഫുൾ ആയിരിക്കും വണ്ടി. സ്പോർട്സ് ഹൈ പവർഫുൾ ആയിരിക്കും വണ്ടി. നമുക്ക് കേഴ്സ് രീതിയിൽ ഓടിക്കാം. അതായത് നമുക്ക് 1, 2, 3 എന്ന് പറഞ്ഞ കേഴ്സ് മോഡുണ്ട്. നമുക്ക് റീജനറേഷൻ ചെയ്യും. നമ്മുടെ ആക്സിലറിൽ കാലെടുക്കുമ്പോൾ വണ്ടി ബ്രേക്കിംഗ് പോലെ ഫീൽ ചെയ്ത് വണ്ടി നമുക്ക് നമ്മുടെ ചാർജിനെ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യാൻ, സേവ് ചെയ്യാൻ സാധിക്കും. ചാർജ് ഇമ്പ്രൂവ് ആവും. ഡ്രൈവിംഗിൽ തന്നെ. അതായത് ഇപ്പോൾ ഇറക്കത്തിലൊക്കെ കേസ് 3 ആയിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് കൂടുതലും റേഞ്ച് മെയിൻ ടൗണിലും വലിയ ഇറക്കത്തിലൊക്കെ 3 ഇടുവാണെങ്കിൽ, നമുക്ക് സ്ട്രോങ്ങിൽ ഇടുവാണെങ്കിൽ നമുക്ക് കുറച്ച് റേഞ്ച്, നമ്മുടെ ഉള്ള റേഞ്ച് പോവാതിരിക്കും, അത് നിലനിർത്താൻ സാധിക്കും. ഓക്കെ.
പിന്നെ ഭയങ്കരമായിട്ട് സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതിൽ MG ബാഡ്ജിങ് ലോഗോയും പിന്നെ ഐപോഡിൻ്റെ സ്റ്റൈലിലുള്ള സ്റ്റിയറിംഗ് ഓഡിയോ കൺട്രോൾസ് കാര്യങ്ങൾ എല്ലാം നല്ലൊരു പ്രീമിയം സ്റ്റൈലിലാണ് MG ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്, മോഡൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബാക്കിലേക്ക് കാണിക്കുവാണെങ്കിൽ ഫ്ലൈറ്റിൻ്റെ അകത്തൊക്കെ നമ്മളൊരു കോപ്പി മോഡലിൻ്റെ ഫ്ലൈറ്റിൻ്റെ അകത്തൊക്കെ നമ്മൾ ഇരിക്കുമ്പോഴുള്ള ഗ്ലാസ് വിൻഡോ ഗ്ലാസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് MGയിൽ കുറേ സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നമുക്ക് നോർമലി പറയുന്നത് ABS, EBD, എയർ ബാഗ്സ്, റിവേഴ്സ് സെൻസർ അങ്ങനത്തെ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ വണ്ടിയിൽ വരുന്നുണ്ട്. അതുപോലെ ഐസ്മാർട്ട് ഫീച്ചേഴ്സും വരുന്നുണ്ട്. കുറേ കണക്റ്റഡ് ആയിട്ടുള്ള ഫോണിൽ നമുക്ക് ഐസ്മാർട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വണ്ടിയുടെ റേഞ്ച് അറിയാൻ പറ്റും, വണ്ടി എവിടെ കിടക്കുന്നതെന്ന് അറിയാൻ പറ്റും, എല്ലാ കാര്യങ്ങളും അറിയുന്ന സേഫ്റ്റി ഫീച്ചേഴ്സും അതിൽ വരുന്നത്. ഇൻ്റർനെറ്റ് ഇൻസൈറ്റ് നമ്മൾ ബാക്ക് നമ്മൾ വായിച്ചായിരിക്കുമല്ലോ ബോർഡ്, അതുപോലെ എല്ലാ ഫീച്ചേഴ്സും വണ്ടിയിലുണ്ട്. പിന്നെ ഡോറൊക്കെ നമുക്ക് ഹൈ ക്വാളിറ്റിയാണ് വരുന്നത്. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻസ് കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇന്ത്യയിൽ JSW ആയിട്ട് MG ടൈപ്പ് ആയിരുന്നതാണ്. JSW ആയിട്ട് കഴിഞ്ഞ ഒരു ദിവസം മുതൽ ടൈപ്പായി. ഇനി MGയുടെ പല വണ്ടികളും പുതിയത് മാർക്കറ്റിൽ നമുക്ക് ഇറങ്ങാനുണ്ട്. MG4 ഉൾപ്പെടെ പല പല വെഹിക്കിൾസും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് MG കൊണ്ടുവരുന്നുണ്ട്. ഇലക്ട്രിക്കിലെ വമ്പന്മാരാണ് ഇപ്പോഴും MG. നമുക്ക് കോമറ്റിന് വരുന്ന കീ ഈ ടൈപ്പ് കീ ആണ് വരുന്നത്. നമുക്കിത് ഏറ്റവും ബേസ് മോഡലാണെങ്കിൽ ഒരു കീയും സെക്കൻഡ് ഓപ്ഷൻ ആണെങ്കിൽ 2 കീയും അവൈലബിൾ ആണ്. നമുക്ക് ഫുൾ ഓപ്ഷൻ വരുമ്പോൾ ഇതാണ് നമുക്ക് ഫുൾ ഓപ്ഷൻ വരുന്നത്. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ മോഡൽ ഇതാണ്. അതിൻ്റെ കീ വരുന്നത് സ്മാർട്ട് കീ ആണ്. ഒറ്റ കീ ആണ് വരുന്നുള്ളൂ. ഇത് സ്മാർട്ടാണ് കീ ആണ് വരുന്നത്. നമ്മൾ വണ്ടിയിൽ കയറി ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവും. ബ്രേക്ക് അപ്ലൈ ചെയ്താൽ റെഡി എന്ന് പറഞ്ഞാൽ വണ്ടി നമുക്ക് മൂവ് ചെയ്യും. അതാണ് എൻ്റെ ജോബ്. നമുക്ക് ലോൺ ഫെസിലിറ്റീസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചില്ലായിരുന്നു. നമുക്ക് കോമറ്റിന് 10 വർഷം വരെ EMI പ്ലാൻ ഉണ്ട്. നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് നമ്മുടെ ടൈപ്പാണ്. 10 വർഷം വരെ നമുക്ക് EMI കിട്ടും. പിന്നെ മാക്സിമം ഫണ്ടിങ് ഓൺ റോഡിൻ്റെ 90%, 85% വരെ നമുക്ക് മാക്സിമം ഫണ്ടിങ് ഉണ്ട്. എക്സ്ഷോറൂമിന് 100% ഫണ്ടിങ് ഉണ്ട്. പലതരത്തിലുള്ള ഫിനാൻസ് സൗകര്യവും നമുക്ക് ഈ കോമറ്റിന് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളെ വിളിക്കാം. ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അയച്ചിരുന്നതാണ്. ഇത് നമ്മുടെ സെക്കൻഡ് ഓപ്ഷനാണ്. അതിനകത്ത് താക്കോലിടുക, താക്കോലിട്ട് വണ്ടി ഓൺ ചെയ്യുക, ബ്രേക്ക് ചവിട്ടിയിട്ട് നമ്മൾ ഡ്രൈവിലോട്ട് ഇടുക. ഇപ്പോൾ റിവേഴ്സാണ് വന്നത്, ന്യൂട്രൽ വന്നു, ഡ്രൈവ് വന്നു, AC വണ്ടി ഡ്രൈവ് മോഡിലിട്ടു. വണ്ടി പയ്യെ ആക്സിഡൻറ്റ് വന്നു. കൊള്ളാം, ഭയങ്കര സ്മൂത്താണ്. നല്ല വിസിബിലിറ്റി ഉണ്ട്. നമുക്ക് ശരിക്കും റോഡ് നല്ല വിസിബിളാണ്. നല്ല രീതിയിൽ റോഡ് കാണാൻ കഴിയും. കൂടാതെ തന്നെ ഈ വണ്ടിയുടെ നല്ല ബോഡി വെയിറ്റ് ഉണ്ട്. നമ്മൾ ചെറിയൊരു വണ്ടിയാണ് ഓടിക്കുന്നത് എന്നുള്ള ഫീലിംഗ് നമുക്കില്ല. അത്യാവശ്യം നല്ലൊരു ബോഡി വെയിറ്റ് വണ്ടിക്കുണ്ട്. നോക്കാം, ഭയങ്കര സിമ്പിളായിട്ട് വണ്ടി നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഈസിയായിട്ട് നിന്നോട് തന്നെ നിന്ന് തിരിക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ചെറിയ വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല ടേണിങ് റേഡിയസ് ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ അതാണ് ശരിക്കും ഒരു ടൗൺ പർപ്പസിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നൊരു വണ്ടിയാണത്. നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഒരു അടിപൊളി ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്, ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് MG കോമറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലോ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ ഷോറൂമിൽ നേരിട്ട് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. അവരുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.